നമസ്കാരം. റിയൽ ന്യൂസ്. ഒരു വർഷം നീണ്ടുനിന്ന ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്ക് 50ാം വാർഷികാഘോഷം സമാപന സമ്മേളനവും ഉള്ളിയേരി 19 ആരംഭിച്ച ബാങ്കിൻ്റെ 3ാമത് ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഭരണസമിതി സംഘടിപ്പിച്ചത്. ആയിരത്തി 1975 ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. നാളിതുവരെ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്ന ആശയത്തിലൂന്നിയാണ് ബാങ്ക് പ്രവർത്തനം നടത്തിവരുന്നത്. ആകാശമിഠായി എന്ന പേരിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് 50ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്കും വയോജനങ്ങൾക്കും സ്ത്രീകൾക്കും സഹകാരികൾക്കും കർഷകർക്കും വേണ്ടി ശ്രദ്ധേയമായ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു. 50ാം വാർഷികാഘോഷം സമാപന സമ്മേളനവും ഉള്ളിയേരി 19 ആരംഭിച്ച പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. വർഷം ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്ക് പൂർത്തീകരിക്കുന്നു എന്നുള്ളത് വലിയ അഭിമാനമാണ് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ഒരു വർഷമായി ഇതിൻ്റെ ആഘോഷങ്ങൾ വിവിധ നിലയിൽ നാട്ടിൽ നടന്നു വരികയാണ്. ഇപ്പോൾ അതിൻ്റെ സമാപനം കുറിക്കുന്നു. സമാപനം കുറിക്കുമ്പോൾ ഈ നാടിന് ബാങ്കിൻ്റെ പുതിയ ഒരു ശാഖ കൂടി സമർപ്പിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഉള്ളിയേരി 19 പുതിയ ഒരു ശാഖ, അത് ബാങ്കിൻ്റെ വളർച്ച അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. കഴിഞ്ഞ 50 വർഷമായി ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം നിലനിർത്താനും കൂടുതൽ മുന്നോട്ട് പോകാനും ബാങ്കിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സഹകരണ പ്രസ്ഥാനങ്ങൾ ലോകത്തിൽ തന്നെ മാതൃകയായി എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. സാധാരണ മനുഷ്യരുടെ ആശ്വാസമാണ് സഹകരണ ബാങ്കുകളും സഹകരണ മേഖലയും. കൊള്ളപ്പലിശ സംഘങ്ങൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ വിലസുന്നത് പോലെ കേരളത്തിൽ വിലസാൻ സാധിക്കാത്തതിൻ്റെ തടസ്സമായി നിൽക്കുന്നത് സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയാണ്. സഹകരണ മേഖല ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അവിടങ്ങളിലൊക്കെ ജനങ്ങൾക്കേറെ ആശ്വാസമാണ്. സഹകരണ പ്രസ്ഥാനം നിലനിൽക്കുക എന്നുള്ളതും സഹകരണ മേഖല കൂടുതൽ വിപുലീകരിക്കപ്പെടുക എന്നുള്ളതും ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ആവശ്യമാണ്. സാധാരണ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു ബാങ്ക് ഇല്ലെങ്കിലുള്ള അവസ്ഥ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ ബാങ്കുകൾ ഇല്ലെങ്കിലുള്ള അവസ്ഥ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ അതിന് പകരം ജനങ്ങൾ ആശ്രയിക്കേണ്ടത് ആരെയായിരിക്കും? KM സച്ചിൻദേവ് MLA അധ്യക്ഷനായി. ഈ പുതിയ ശാഖയും ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്കും മികച്ച നിലയിൽ തുടർന്നും പ്രവർത്തിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. സെക്രട്ടറി മോൻസി വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സഹകരണ മേഖലയിലെ മികവുറ്റ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്ക്. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് പദവിയിലുള്ള ബാങ്കിന് നിലവിൽ കണ്ണൂരിലും കുന്നത്തറയിലും ഓരോ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കർമ്മപഥത്തിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ധന്യവേളയിലാണ് 3ാമതൊരു ബ്രാഞ്ച് നാടിന് സമർപ്പിച്ചിട്ടുള്ളത്. ലോക്കർ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ കുറുമ്പുയിൽ നിർവഹിച്ചു. ആദ്യ നിക്ഷേപം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ NM ഷീജ കൊയിലാണ്ടി നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് VK വിജയൻ, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ AK മണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P നാസർ, 6-7 വാർഡ് മെമ്പർമാരായ റഹ്മത്ത് എക്കാലയുള്ളതിൽ, അഞ്ജു കൃഷ്ണൻ ചേനമ്പുയിൽ, MK മുഹമ്മദ്, KP സുരേഷ് മാസ്റ്റർ,
എടാടത്ത് രാഘവൻ, നാരായണൻ കിടാവ്, പാറക്കൽ അബു ഹാജി, ശശി ആനവാതിൽ, ഒ എ വേണു, സി കെ ബാലകൃഷ്ണൻ, കെ എം ബാബു, സി എം സന്തോഷ, എം മുരുകേഷ്, ഉള്ളൂർദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.